പുറത്ത് കേൾക്കുന്നത് കാഴ്ച കിട്ടിയ ഒരു പുതിയ തലമുറയുടെ ആരവമാണ്. ആ കൊടുങ്കാറ്റിന്റെ കരുത്തിൽ തലമുറകളായി ആവർത്തിച്ചു വന്ന പഴയ വിശ്വാസങ്ങൾ തകിടം മറിയും. വിജയേന്ദ്ര മഹാരാജാവേ, ഞങ്ങളുടെ രഘുരാമനെ വിട്ടുതരൂ. അങ്ങയുടെ പടയാളികളുടെ ആയുധങ്ങളും കൊട്ടാരത്തിന്റെ കവാടങ്ങളും അവരുടെ കാഴ്ചയ്ക്ക് മുന്നിൽ അടിയറവ് പറയേണ്ടി വരും. മഹാരാജാവേ, ഇനിയെങ്കിലും അങ്ങെന്നെ വിശ്വസിക്കൂ. അങ്ങ് അനുവദിച്ചാൽ ഞാൻ അവരെ തടഞ്ഞു നിർത്താം. കാഴ്ചയുടെ മഹത്വം ഞാൻ അങ്ങേക്ക് തെളിയിച്ചു തരാം. മന്ത്രി മുഖ്യ, വിലങ്ങഴിച്ചവനെ കവാടത്തിലെത്തിക്കൂ. അരുത്, അരുത്, കല്ലെറിയരുത്, അരുത്. ഞാനാണ് രഘുരാമൻ, ഞാനാണ് രഘുരാമൻ, ഞാനാണ് രഘുരാമൻ. നിങ്ങളുടെ കണ്ണുകളിൽ വെളിച്ചമെത്തിക്കാൻ ഈശ്വരൻ നിയോഗിച്ചവൻ. അങ്ങേ പീഡിപ്പിച്ച രാജാവിനെ ഞങ്ങൾക്ക് വിട്ടുതരൂ. നിൽക്കൂ. രാജാവും നിങ്ങളെപ്പോലെ നിരപരാധിയാണ്. കാലാകാലങ്ങളിലായി ആവർത്തിച്ചു വന്ന തെറ്റുകളിലൂടെ സ്വയം തിരിച്ചറിവ് നഷ്ടപ്പെട്ടു പോയ ജനതയുടെ രാജാവ്. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിങ്ങൾക്ക് കിട്ടിയ പുതിയ അറിവിന്റെ വെളിച്ചം നിങ്ങൾ തന്നെ നിറയ്ക്കണം. അരുത്, അടുക്കരുത്. അന്ധതയുടെ മറവിൽ ദുഷ്ടനായി ഈ രാജാവ് ദുർഭരണം നടത്തുകയാണ്. നീ തന്ന കണ്ണുകളിലൂടെ സത്യം ഞങ്ങൾ തിരിച്ചറിഞ്ഞു. മാറ, ഞങ്ങൾക്ക് വേണ്ടത് ഈ രാജാവിന്റെ രക്തമാണ്. ഈ കൊലവെറി നിർത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് കാഴ്ച തന്ന എന്റെ ഈ കണ്ണുകൾ ഞാൻ കുത്തിപ്പൊട്ടിക്കും. നിങ്ങളും ഞാനും ഈ രാജാവുമെല്ലാം യുഗയുഗാന്തരങ്ങളായി ഉൾക്കാഴ്ച നഷ്ടപ്പെട്ട മാനവരാശിയുടെ പ്രതീകങ്ങൾ മാത്രമാണ്.